Very good morning, students. Today is our 7th lecture on manufacturing technology, ME 220. We were studying about sheet metal working, which is the 5th module, in which we have seen the types of sheet metal operations performed in an industry last class, that is lecture number 6. We can directly move on to die clearance once again. We have seen this topic once, but once again we'll brush it up since this is an important topic. So, clearance. What are the punch and die sizes in blanking and piercing? Blanking ഓപ്പറേഷനിലും പിയേഴ്സിംഗ് ഓപ്പറേഷനിലും പഞ്ചിൻ്റെയും ഡൈയുടെയും സൈസ് കൊടുക്കുന്നത് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക. ഫോർ എ റൗണ്ട് ബ്ലാങ്ക് ഓഫ് ഡയമീറ്റർ ഡി സഫിക്സ് ബി ഇൻ ബ്ലാങ്കിംഗ് ഓപ്പറേഷൻ ബ്ലാങ്കിംഗ് പഞ്ച് ഡയമീറ്റർ വിൽ ബി എത്രയായിരിക്കും വേണ്ടിയേ? ബ്ലാങ്കിങ്ങിൻ്റെ കേസിൽ നമ്മൾ പഞ്ചിലായിരിക്കും ക്ലിയറൻസ് കൊടുക്കുക. ഇത് കണ്ടില്ലയോ ഈ ഫിഗർ നോക്കി, നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ളത് ബ്ലാങ്കിങ്ങിൻ്റെ കേസിൽ ഡൈക്ക് കറക്റ്റ് ഡയമെൻഷൻ ഡിയും അതേപോലെ ക്ലിയറൻസ് കൊടുക്കുന്നത് ഏതിനായിരിക്കും? പഞ്ചിനായിരിക്കും. പഞ്ചെന്ന് പറയുന്നത് 2C 2C കുറവായിരിക്കും. സോ ബ്ലാങ്കിങ് പഞ്ച് ഡയമീറ്റർ വിൽ ബി DB minus 2C. And blanking die diameter will be DB. എത്രയാണോ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഡയമീറ്റർ വേണ്ട, വാഷറിന്റെ ഡയമീറ്റർ വേണ്ടിയത്, ആ സെയിം ഡയമീറ്റർ ആയിരിക്കും ഡൈക്ക് കൊടുക്കുക. And in this equation C is the clearance. For a round hole of diameter DH in piercing or punching operation, പിയേഴ്സിങ്ങിന്റെ കേസിൽ പഞ്ചിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് ഡയമീറ്റർ ആയിരിക്കും. പഞ്ചിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഡൈയുടെ ഡയമീറ്ററിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? 2Cയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഹിയർ ഹോൾ ഇൻ ഡൈ വിൽ ബി ആക്ച്വൽ ഹോൾ സൈസ് DH പ്ലസ് 2C ആയിരിക്കും. 2C എന്തുകൊണ്ടാണ് ഇറ്റ്സ് കമ്മിങ് 2C? ഇറ്റ് ഈസ് ബിക്കോസ് ക്ലിയറൻസ് വിൽ ബി ആഡഡ് ഇൻ ബോത്ത് സൈഡ്സ്. ഒരു സൈഡിൽ മാത്രം ആകാൻ പറ്റുമോ? ഇല്ല, എല്ലാ സൈഡിലും ക്ലിയറൻസ് ഉണ്ടാവും. C ഈസ് ദ ക്ലിയറൻസ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ബ്ലാങ്കിങ്ങിന്റെ കേസിൽ ഡൈക്ക് നമ്മൾ ക്ലിയറൻസ് ആഡ് ചെയ്യുന്നില്ല. ഡൈയിൽ ഏത് സൈസാണോ വേണ്ടി ആ സെയിം സൈസ് ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ പിയേഴ്സിങ്ങിന്റെ കേസിൽ പഞ്ചിന്റെ ഡയമീറ്ററിലാണ് എന്ത് കൊടുക്കുന്നത്? കറക്റ്റ് സൈസ് കൊടുക്കുന്നത്. ഡൈയുടെ ഡയമീറ്ററിൽ ക്ലിയറൻസ് ആഡ് ചെയ്യും. ഓക്കെ, പഞ്ചിന്റെ ഡയമീറ്റർ ക്ലിയറൻസ് കുറയ്ക്കും ബ്ലാങ്കിങ്ങിന്റെ കേസിൽ. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഇനി ഈ C എന്ന് പറയുന്ന ക്ലിയറൻസ് നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്? 4% to 7% ഓഫ് ഷീറ്റ് തിക്നെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്തിരുന്നു, അല്ലയോ? അതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, C/A അല്ലെ, C/T എന്നൊക്കെ പറഞ്ഞു, അല്ലെ? ഇനി നമുക്ക് നോക്കാം. എപ്പോഴും ഒരു ഒപ്റ്റിമം ക്ലിയറൻസ് ആയിരിക്കും ഷീറ്റ് മെറ്റലിൽ നല്ലത്. ടൈറ്റ് ക്ലിയറൻസ് ആണെങ്കിലും കുഴപ്പമാണ്, അതേപോലെ ലൂസ് ക്ലിയറൻസ് ആണെങ്കിലും കുഴപ്പമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ബട്ട് വി വിൽ സീ എ വീഡിയോ ഓൺ എഫക്ട് ഓഫ് ക്ലിയറൻസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്കിംഗ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഈ വീഡിയോയിൽ we have 3 types of punch and die. In one, it has correct die clearance. നോക്കി, correct die clearance. അതിനകത്ത് എന്ത് ചെയ്യും? ഒരു റേഡിയസ് ഫോർമേഷൻ ഉണ്ടാവും, ഒരു ബർണിഷിംഗ് മാർക്ക് ഉണ്ടാവും, അതേപോലെ ഒരു ഫ്രാക്ചർ ഉണ്ടാവും. ദിസ് ഇസ് ടൈറ്റ് ക്ലിയറൻസ്. ടൈറ്റ് ക്ലിയറൻസ് ആയി കഴിയുമ്പം വാട്ട് ഹാപ്പൻസ്? ഈ ഫ്രാക്ചർ സോൺ എന്ന് പറയുന്നത് കുറവായിരിക്കും. നോക്കി,
fracture zone is less. XC clearance. In this, fracture zone is more. Comparatively fracture zone കൂടുതലാണ്. ഈ മൂന്നിനെയും വെച്ച് ഇതിവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട്. We could see that here in first case where correct dimension, correct clearance is there, it has an ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ എന്താണ്, ഫ്രാക്ചർ സോൺ ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കട്ട് ബാൻഡ് ഉണ്ട്, അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റേജ് ഉണ്ട്. ടൈറ്റ് ക്ലിയറൻസ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ കട്ട് ബാൻഡ് അല്ലെ ബേർണിഷിംഗ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പഞ്ച് ഒത്തിരി ഷീറ്റിൽ കൂടെ കട്ട് ചെയ്തിറങ്ങേണ്ടി വരും. ആ ഒരു കേസിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് ചെറിയ സോൺ ആയിരിക്കും. നോക്കിയാൽ ഈ ഗ്രേ പോർഷൻ ഫസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവല്ലേ. എന്നാൽ ഈ തേർഡിൽ വന്നു കഴിയുമ്പോഴത്തേനും എന്താ പറ്റുക, ഈ കട്ട് ബാൻഡ് എന്നുള്ളത് ആദ്യത്തെ കേസിൽ നിന്ന് കുറഞ്ഞിട്ട് ഫ്രാക്ചർ കൂടുതലായിട്ട് വരും. അപ്പോൾ കോമ്പണന്റിന് എന്തായിരിക്കും പ്രത്യേകത ഉണ്ടാവുക? കോമ്പണന്റിന്റെ പ്രത്യേകത ഈ താഴെ കാണുന്നതാണ് കോമ്പണന്റ്. കോമ്പണന്റ് ഭയങ്കര ഡിസ്ട്രോട്ടഡ് ആയിരിക്കും എക്സസീവ് ഡൈ ക്ലിയറൻസിന്റെ കേസിൽ. കോമ്പണന്റ് നല്ലതായിട്ട് കിട്ടും ടൈറ്റ് ഡൈ ക്ലിയറൻസിൽ, പക്ഷേ ഇറ്റ് ഹാസ് ലെസർ ടൂൾ ലൈഫ്, ഹൈ ടണ്ണേജ്, കൂടുതൽ ലോഡ് കൊടുക്കേണ്ടി വരും, ബെർ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സർഫസ് ഫിനിഷ് കൂടുതലായിരിക്കും, ടൂൾ ലൈഫ് കുറവായിരിക്കും. ബട്ട് ഇഫ് യു ആർ ഗിവിംഗ് കറക്റ്റ് ക്ലിയറൻസ് ദെൻ ലോ ടണ്ണേജ്, സ്മോൾ ബെർ ആൻഡ് മോർ ടൂൾ ലൈഫ്. ടൂൾ ലൈഫ് എപ്പോഴും കറക്റ്റ് ഡൈ ക്ലിയറൻസിനായിരിക്കും കൂടുതൽ. എക്സസീവ് ഡൈ ക്ലിയറൻസ് ആണെങ്കിലോ ലോ ടണ്ണേജ് ആണ്, ലാർജ് ബെർ, മെറ്റീരിയലിൽ ഒത്തിരി അൺഈവൻനെസ് ഉണ്ടാവും, ലെസ് ടൂൾ ലൈഫ്. അപ്പോൾ ഈ അൺഈവൻനെസ് ടൂളിൽ ടച്ച് ചെയ്ത് വിയർ ആവും, അല്ലയോ? കാരണം ഈ പ്രൊഡക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഡൈയിലേക്കാണ് പോകുന്നത്. ഡൈയിലെല്ലാം ഒരഞ്ഞിട്ട് ഡൈക്ക് ടൂൾ ലൈഫ് കുറയും. ഗ്രീൻ ഡോട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ളതാണ്. അതേപോലെ റെഡ് ഡോട്ട് എന്ന് പറയുന്നത് അൺഫേവറബിൾ കണ്ടീഷൻസ് ആണ്. സോ ഏറ്റവും കൂടുതൽ ഗ്രീൻ ഡോട്ട് ഉള്ള നമ്മൾ സെലക്ട് ചെയ്യും. സോ വിൽ കീപ് ഇറ്റ് ആസ് ഒപ്റ്റിമം ക്ലിയറൻസ്. സോ വി വിൽ നോട്ട് ബി യൂസിങ് എ tight die clearance or excessive die clearance in this sheet metal working process or cutting operation. Now we will see another clearance which is called as angular clearance. Purpose: allow slug or blank to drop through die. Typical values ranges from 0.3 to 1.5 on each side. ശ്രദ്ധിച്ച്, ഇതാണ് നമ്മുടെ ഡൈ ബ്ലോക്ക്. ഈ ആരോ കൊണ്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത് മേളിൽ കാണുന്നത് പഞ്ച്. ഈ പഞ്ച് എന്ത് ചെയ്യും? ഇടയ്ക്കുള്ള ഷീറ്റ് മെറ്റലിനെ കട്ട് ചെയ്ത് ഡൈക്കകത്തേക്ക് വെക്കും. പിന്നെ ആ ഷീറ്റ് മെറ്റല് ഡൈക്ക് അടിയിൽ നിന്ന് ഇജക്ട് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, ആ കട്ട് ചെയ്യുന്ന പാർട്ട് താഴേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൈ സ്ട്രെയിറ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒന്നിലധികം ഈ സ്ലഗ് വന്നിരുന്നിട്ട് ഡൈയിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും പഞ്ച് ഓരോ പ്രാവശ്യവും. അപ്പം എന്താ പറ്റുക? ഒന്നി പഞ്ച് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഈ ഇതിനകത്തിരിക്കുന്ന പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ടാവും. അതിന് പകരം നമ്മൾ ഡൈയുടെ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ചെറിയ ടേപ്പർ 0.3 to 1.5 ഡിഗ്രി ടേപ്പർ എല്ലാ പഞ്ച് ആൻഡ് ഡൈക്കും കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? ഫോർ ഈസി റിമൂവൽ ഓഫ് ദിസ് ബ്ലാങ്ക്. നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കോളൂ. അടുത്തതിനകത്ത് ഈ നമ്മൾ പഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കട്ട് ചെയ്ത പോർഷൻ ഡൈക്കകത്ത് ഈ ഓറഞ്ചിൽ കാണിക്കുന്ന പോലെ സ്റ്റക്കായിരിക്കും. അടുത്ത പഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് സ്വൽപ്പൂടെ താഴേക്ക് വരും. സ്വൽപ്പൂടെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ആംഗിളിന്റെ അങ്ങോട്ട് വരും, അത് അവിടെ തന്നെ ഇരിക്കും. അടുത്ത മൂന്നാമത്തെ കട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ രണ്ടാമതിരിക്കുന്നത് ഈ ആംഗിളിൽ കൂടെ നേരെ താഴേക്ക് വീഴും. അല്ലെങ്കിൽ എന്താ പറ്റുക? ഇതിങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ഏറ്റവും അവസാനത്തെ ഇവിടെ എത്തുന്നിടത്ത് എന്ത് വരും? ഭയങ്കര ഒരു കട്ടിംഗ് ടണ്ണേജ് ആവശ്യമായി വരും.
എന്നാൽ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ക്രോസ് സെക്ഷനിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡൈയുടെ ടോപ്പ് പോർഷൻ തൊട്ട് എൻഡ് പോർഷൻ വരെ ആംഗിൾ കൊടുത്തിരിക്കുക. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷീറ്റ് മെറ്റലിൽ പഞ്ചിങ് നടക്കുന്നതനുസരിച്ച് എന്ത് പറ്റും, വിയർ ആൻഡ് ടിയർ സംഭവിക്കും അല്ലയോ? കാരണം മെറ്റീരിയൽ അതിനകത്തൂടെ ഫ്ലോ ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ ടച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഈ എൻഡ് ഇങ്ങനെ വിയർ ആവും. അപ്പോൾ ഈ എൻഡ് റൗണ്ട് ആവുന്നതനുസരിച്ച് എന്ത് പറ്റും, ഈ ഡൈയുടെ ഡയമെൻഷൻ കൂടി വരും അല്ലയോ? എൻഡ് ഫില്ലറ്റ് അല്ലെ റേഡിയസ് ആവുന്നതനുസരിച്ച് ഡൈയുടെ വലിപ്പം കൂടുക. കാരണം എന്താ, ഡൈയിൽ ടേപ്പറാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ടോപ്പ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ആ റേഡിയസ് അങ്ങ് മാറും, പക്ഷെ ഡൈയുടെ ഡയമെൻഷൻ എന്ത് ചെയ്യും, കൂടിപ്പോവും. അപ്പൊ അങ്ങനെ ഡൈയുടെ ഡയമെൻഷൻ കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ചെറിയ ലാൻഡ് കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. LAND, ലാൻഡ് എന്നാണ് പറയുന്നത്. ആൻഡ് വി കോൾ ഇറ്റ് ആസ് ലാൻഡ് ആൻഡ് ആംഗുലർ ക്ലിയറൻസ്. എന്തിനാ ഈ ലാൻഡ് കൊടുത്തിരിക്കുന്നത്, എഴുതിക്കുന്നുണ്ടോ ലാൻഡ്? എന്തിനാ ഈ ലാൻഡ് അല്ലെ സ്ട്രെയിറ്റ് പോർഷൻ കൊടുത്തിരിക്കുന്നത്? ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ കൊടുത്തിരിക്കുന്നത് ഡൈക്ക് വിയർ ഉണ്ടായി കഴിഞ്ഞാലും എന്ത് ചെയ്യാം, നമുക്കിതിന്റെ ടോപ്പിലെ സൈഡ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ പറ്റും, ഈ എൻഡിലുണ്ടാകുന്ന റേഡിയസ് അങ്ങ് മാറും. ആ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡൈയുടെ ഡയമെൻഷൻ എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. കാരണം വി ഹാവ് എ സ്ട്രെയിറ്റ് പോർഷൻ കോൾഡ് ലാൻഡ്. ലാൻഡ് തീരുന്നിടം വരെയും ഈ സെയിം ഡൈ ഡയമെൻഷൻ തന്നെയായിരിക്കും. ഡൈ ഡയമെൻഷനിൽ ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. So that's why we are giving a land net, land in die. ഇത് നിങ്ങൾ ഓർത്തിരുന്നോണം. ലാൻഡ് ആൻഡ് ആംഗുലർ ക്ലിയറൻസ് എന്താണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ലാൻഡ് എന്ന് പറയുന്നത് ഡൈയുടെ എക്സാക്ട് ഡയമീറ്റർ വിൽ കീപ് ഇറ്റ് ഫോർ എ പർട്ടിക്കുലർ ലെങ്ത്. യൂഷ്വലി ഇറ്റ് ഈസ് 3 mm. 3 mm വരെ ആയിരിക്കും ആ സെയിം ഡയമെൻഷൻ ഡൈയിൽ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഡയമെൻഷൻ we will be giving a angular clearance for it, the die, because the slug has to be easily removed from the die cavity. ഒരു മൂന്നാമത്തെ പഞ്ചിങ്ങിൽ ആദ്യം പഞ്ച് ചെയ്ത് സ്ലഗ് താഴെ പോരണം. ഓക്കെ, അപ്പൊ എപ്പോഴും 2 സ്ലഗ് ഈ ഡൈക്കകത്ത് ഇരിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം വരിക, ഡൈയില് ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുന്ന കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ പീസുകളെ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്ന ഫോഴ്സ് കൂടെ ടണ്ണേജിനകത്ത് വരും. സോ ഇറ്റ് വിൽ ബി കോസിംഗ് മോർ ഫോഴ്സ് ഫോർ പഞ്ച് ആൻഡ് ഡൈ. നൗ വി വിൽ ക്ലോസ് ഈ സ്റ്റഡി ഷീറ്റ് മെറ്റൽ ആൻഡ് പഞ്ച് പാർട്ട് ആഫ്റ്റർ പഞ്ചിങ് ഓപ്പറേഷൻ. നമുക്ക് ഷീറ്റ് മെറ്റലിൽ നമ്മുടെ പഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക, നമുക്കൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റേജ് ഉണ്ട്, ഒരു ബർണിഷിംഗ് സ്റ്റേജ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു ഫ്രാക്ചർ സ്റ്റേജ് ഉണ്ട് അല്ലയോ? അത് നമ്മൾ പഠിച്ചിരുന്നു, കട്ടിംഗ് ഓപ്പറേഷൻ സ്റ്റേജസ് എന്നും പറഞ്ഞു, ശരിയല്ലേ? അപ്പോൾ ഇനി ആ 3 സ്റ്റേജും ഷീറ്റ് മെറ്റലിലും കട്ട് ചെയ്ത പാർട്ടിലും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഷീറ്റ് മെറ്റലിൽ എപ്പോഴും ടോപ്പ് സൈഡിലായിരിക്കും എന്തുണ്ടാവുക, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റേജ് ഉണ്ടാവുക അല്ലേ? അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ബർണിഷിംഗ് ഡെപ്ത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ഹാവ് എ ലാർജർ ഫ്രാക്ചർ ഡെപ്ത്. എപ്പോഴും ഫ്രാക്ചർ ഏരിയ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റേജിനെക്കാട്ടിലും അതേപോലെ ബർണിഷിംഗ് ഡെപ്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. എന്തില്, ഒരു ഒപ്റ്റിമം ക്ലിയറൻസിൽ അല്ലേ? എപ്പോഴാണ് ഫ്രാക്ചർ ഡെപ്ത് കുറവ് വരുന്നത്, ടൈറ്റ് ക്ലിയറൻസിലാണ്. അത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കണ്ടിരുന്നു. അതിന്റെ ഏറ്റവും താഴെ എന്ത് വരും, ഒരു ബർ വരും, ഒരു ചെറിയ എക്സ്ട്രാ പ്രൊജക്ഷൻ. that we call it as ബർ. എന്നാൽ പഞ്ച് ചെയ്ത് ഡൈക്കകത്തേക്ക് പോകുന്ന പാർട്ടിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റേജ് എപ്പോഴും സ്ലഗിന്റെ അടിയിലത്തെ സർഫസിലായിരിക്കും. ടോപ്പ് സർഫസിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ റഫ് ബർ, a small metallic projection and the fracture zone. ഇവിടെ ടോപ്പ് സൈഡിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റേജ് ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്കിതിനെ വേറൊരു രീതിയിൽ കാണാം. പിയേഴ്സിംഗിൽ എപ്പോഴും ടോപ്പ് സർഫസിലായിരിക്കും പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകുന്നത് അല്ലേ? ബ്ലാങ്കിങ്ങിൽ ബോട്ടം സർഫസിലായിരിക്കും പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇതാണ് ബ്ലാങ്കിങ്ങും പഞ്ചിങ്ങും തമ്മിലുള്ളൊരു
വ്യത്യാസം. അതേപോലെ ബ്ലാങ്കിങ്ങിൽ ടോപ്പ് സർഫസിലായിരിക്കും ബെർ, എന്നാൽ പിയേഴ്സിങ്ങിൽ ബോട്ടം സർഫസിലായിരിക്കും ബെർ ഉണ്ടാവുക.